സിമ്പിളാണ് കാര്യങ്ങൾ, പഠിക്കാനും എളുപ്പമാണ്. ഇതിൻ്റെയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് വളരെ വലുതാണ് ഐ ടി ഫീൽഡിൽ. എന്നുള്ളത് ഇൻ്റർഫേസ് ആണെങ്കിൽ അത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ആ ഒരു ഇമോഷൻ, അതിൻ്റെ എക്സ്പീരിയൻസ്, ഇത് ഒരു റോക്കറ്റ് സയൻസ് അല്ല. അതുകൊണ്ട് തന്നെ പഠിച്ച് ജോലി നേടാൻ വളരെ എളുപ്പമാണ്. ആദ്യമായി വേണ്ടത് ഒരു പോർട്ട്ഫോളിയോ ആണ്. എന്ന് വെച്ച് ആർട്ടിസ്റ്റിക് ആവണമെന്നില്ല കേട്ടോ. അതായത് പെൻസിൽ ഡ്രോയിങ്ങിലെ സ്പെഷ്യലിസ്റ്റുകൾ ആയവർക്ക് മാത്രമേ ഇത് പറ്റൂ എന്നൊന്നുമില്ല. ഹലോ ഗൈസ്, മാർവലസ് അക്കാദമിയിൽ നിന്നും ആനന്ദാണ്. അപ്പോൾ യൂസർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ യൂസർ ഇൻ്റർഫേസ് ഡിസൈനിങ് എന്നതിനെക്കുറിച്ച് ഒരു ചെറിയ ഇൻഫർമേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യൂസർ എക്സ്പീരിയൻസ് എന്താണ്, യൂസർ ഇൻ്റർഫേസ് എന്താണ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ യൂസർ ഇൻ്റർഫേസ് എന്ന് വെച്ചാൽ ഡിജിറ്റൽ പ്രോഡക്റ്റുകളുടെ അഥവാ മൊബൈൽ ആപ്പ്, വെബ്സൈറ്റ്, ഇതൊക്കെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് യൂസർ ഇൻ്റർഫേസ്. യൂസർ എക്സ്പീരിയൻസോ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഇമോഷൻസ് ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കുറച്ചുകൂടെ ഒരു മെറ്റഫോറിക്കലായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ഉള്ളി അല്ലെങ്കിൽ ഒണിയൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ രൂപം ഒക്കെ ഓർമ്മ വരും ഇല്ലേ? പക്ഷെ അതൊന്ന് കട്ട് ചെയ്താലോ, അതിൻ്റെ തോല് ഒന്ന് കളഞ്ഞാലോ ഒക്കെ നമ്മുടെ കണ്ണിൽ വെള്ളം വരും അല്ലേ? അത് ഒരു തരത്തിൽ ഇമോഷനാണ്, UX ആണ്. അപ്പം ഉള്ളി എങ്ങനെ കാണുന്നു എന്നുള്ളത് ഇൻ്റർഫേസ് ആണെങ്കിൽ അത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ആ ഒരു ഇമോഷൻ, അതിൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, സിമ്പിളാണ് കാര്യങ്ങൾ, പഠിക്കാനും എളുപ്പമാണ്. ഇതിൻ്റെയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് വളരെ വലുതാണ് ഐ ടി ഫീൽഡിൽ. അപ്പോൾ യൂസർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇൻ്റർഫേസ് ഡിസൈനിങ് എന്ന കരിയറിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എത്താൻ വളരെ എളുപ്പമാണ്. കൃത്യമായ പരിശീലനവും ഡിസൈനുകളിലെ മെൻറ്റർഷിപ്പുമാണ് നമുക്ക് ആവശ്യം. മെൻറ്റർഷിപ്പിൻ്റെ ഒരു ആവശ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ശരിയാണോ, തെറ്റാണോ, പ്രോപ്പറാണോ, ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡാണോ എന്നൊന്നും ഒരു ബിഗിനർ എന്ന നിലയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല. പക്ഷെ വളരെയധികം പ്രൊജക്റ്റുകൾ ചെയ്ത് പരിചയസമ്പന്നരായിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഡിസൈനേഴ്സിന് നിങ്ങളുടെ വർക്കുകൾ കാണുമ്പോൾ തന്നെ ഇത് ഓക്കെ ആണോ അല്ലയോ, മാറ്റങ്ങൾ വരുത്തണോ എന്നൊക്കെയുള്ള ഫീഡ്ബാക്കുകൾ തരാൻ പറ്റും. അത് തന്നെയാണ് മെൻറ്റർഷിപ്പ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു റോക്കറ്റ് സയൻസ് അല്ല. അതുകൊണ്ട് തന്നെ പഠിച്ച് ജോലി നേടാൻ വളരെ എളുപ്പമാണ്. ആദ്യമായി വേണ്ടത് ഒരു പോർട്ട്ഫോളിയോ ആണ്. സോ ആ പോർട്ട്ഫോളിയോയിലേക്ക് നിങ്ങളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് നമ്മൾ ഒരു ഡിസൈൻ അക്കാഡമി എന്ന നിലയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്ത ഒരു ടിപ്പും കൂടി നമുക്ക് പറഞ്ഞു തരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലേക്ക് നിങ്ങൾ പോർട്ട്ഫോളിയോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ വർക്കുകളും പോർട്ട്ഫോളിയോയിലേക്ക് അപ്ലോഡ് ചെയ്യാതിരിക്കുക. ബെസ്റ്റ് വർക്കുകൾ മാത്രം ഇടുക എന്നതാണ് പോർട്ട്ഫോളിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിഹാൻസോ, ഡ്രിബിളോ, ഇനി സ്വന്തം ഒരു വെബ്സൈറ്റോ ഏതും ആയിക്കോട്ടെ, ബെറ്റർ വർക്കുകൾ മാത്രം ഇടുക. ബെറ്റർ അല്ല, വേണ്ട, ബെസ്റ്റ് വർക്കുകൾ മാത്രം നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, ഇനി ഈ ഒരു തൊഴിൽ മേഖലയുടെ എവിടെയൊക്കെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ UX റിസർച്ചിങ്, UX റൈറ്റിംഗ്, അതുപോലെ തന്നെ UI ഡിസൈനിങ്, അങ്ങനെ ഒരുപാട് മേഖലകളിലേക്ക് നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ചിലർക്ക് ഡിസൈൻ സ്കില്ല് അത്ര ഉണ്ടാവില്ല. പക്ഷേ ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായി അതിനെക്കുറിച്ച് പഠിച്ച് വിശകലനം ചെയ്ത് ഒരു ലോജിക്കലായിട്ട് തിങ്ക് ചെയ്ത്, ക്രിട്ടിക്കൽ തിങ്കിങ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവരായിട്ടുള്ളവരുണ്ടാവും. അവർക്ക് ഒരു പക്ഷേ UX റിസർച്ചിങ് എന്ന മേഖലയിലേക്ക് പോവാം. വളരെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുകയും ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പരിഗണന കൊടുക്കുകയും ചെയ്യുന്ന ഡിസൈൻ ഫ്രീക്സ് ഉണ്ട്. അവർക്ക് UI ഡിസൈനിങ്ങിലേക്കും കടക്കാം. എന്ന് വെച്ച് ആർട്ടിസ്റ്റിക് ആവണമെന്നില്ല കേട്ടോ. അതായത് പെൻസിൽ ഡ്രോയിങ്ങിലെ സ്പെഷ്യലിസ്റ്റുകൾ ആയവർക്ക് മാത്രമേ ഇത് പറ്റൂ എന്നൊന്നുമില്ല. ജസ്റ്റ് തിങ്ക് ക്രിയേറ്റീവ്, ബി ക്രിയേറ്റീവ് എന്നുള്ളതാണ് UI ഡിസൈനിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാവുന്ന ഏറ്റവും വലിയ കാര്യം. ഈ പറഞ്ഞതെല്ലാം, അതായത് കോഴ്സ്, ഇന്റേൺഷിപ്പ്, പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ, ഇവ മൂന്നുള്ള യൂസർ എക്സ്പീരിയൻസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു അക്കാഡമിയാണ് മാർവലസ് ഡിസൈൻ അക്കാഡമി. അപ്പോൾ നിങ്ങൾക്ക് ഡിസൈൻ അതിൻ്റെ എല്ലാ പെർഫെക്ഷനോടുകൂടിയും പഠിക്കണമെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ജോയിൻ മാർവലസ് ഡിസൈൻ അക്കാഡമി.